എവിടെയാണോ നമ്മുടെ പ്രതീക്ഷ അസ്തമിക്കുന്നത് അവിടെയാണ് ദൈവത്തിന് ചില ആരംഭങ്ങൾ കുറിക്കുവാനിടയായി തീരുന്നത്. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അവിടെ ഇപ്രകാരം കാണുന്നു. രക്തസ്രാവക്കാരിയായ സ്ത്രീയെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നതായി കാണുന്നുണ്ട്. അവിടെ ഇപ്രകാരം കാണുന്നത് 25-ാം വാക്യത്തിൽ കാണുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരായാലും ഏറിയ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പലരുടെയും ജീവിതത്തിനകത്ത് വളരെയധികം ബന്ധമുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2 അല്ല, 4 അല്ല, 6 അല്ല, 12 വർഷമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ 12 വർഷത്തെ ഒരു പീരീഡ് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും അടുത്ത് നോക്കുമ്പോൾ പല വൈദ്യന്മാരെ ആശ്രയിച്ചു. രണ്ടാമത്തെ പോയിന്റാണ്, പല വൈദ്യന്മാരെ ആശ്രയിച്ചു. അനേകരെ ആശ്രയിച്ച ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാണാൻ കഴിയുന്നത് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു എന്ന് കാണുന്നുണ്ട്. ഒന്നാമത് നാം കേട്ടു 12 വർഷമായ ഒരു വിഷയം. രണ്ടാമത് നാം കേട്ടു വൈദ്യന്മാരെ ആശ്രയിച്ച, പലരെയും ആശ്രയിച്ച ഒരു വ്യക്തി. മൂന്നാമത് നാം കേൾക്കുന്നത് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും അവൾ പരവശിയായി തീർന്നു. അതായത് അവൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയും ചെയ്തു. ഒന്നോർത്ത് നോക്കി, നമ്മുടെ ജീവിതത്തിനകത്തും ഇന്ന് പല വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പല വിഷയങ്ങളും ഇതുപോലെ തന്നെയാണ്. വർഷങ്ങളുടെ പഴക്കമുള്ളതായ ചില വിഷയങ്ങൾ, അതുപോലെ തന്നെ പലരെയും ആശ്രയിച്ചിട്ട് പ്രയോജനമില്ല എന്ന് എഴുതിയ ചില വിഷയങ്ങൾ, അതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള ചെലവുകൾ, നമുക്ക് ലഭിക്കുന്ന നന്മകൾ മറ്റൊരു സൈഡിലൂടെ പോകുന്നതായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ വളരെയധികം പരവശിയായി തീരുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇവിടെ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവളുടെ സൗഖ്യം ക്ഷണത്തിലായിരുന്നു. ആ ഭാഗം വായിച്ചവർക്കറിയാം, അവളുടെ സൗഖ്യം ക്ഷണത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ വർഷങ്ങളുടെ പഴക്കമല്ല, വിഷയം എന്താണെന്നല്ല, പിന്നെയോ ക്ഷണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ആ ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം.